ഞാൻ ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ടിനം ക്രോട്ടനാണ്. എനിക്ക് ക്രോട്ടനിൽ ഒരു 5-6 ഇനം ക്രോട്ടൻസ് ഉണ്ട്. ഇതെല്ലാം കണ്ടോ ചട്ടിയിൽ ബുഷിയായിട്ട് നിർത്തുന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കണ്ടോ ഈ ക്രോട്ടൻ നമ്മൾ ഇതുപോലെ നട്ട് ഇതുപോലെ ബുഷായിട്ട് നിർത്തണം. ഇത് ഹൈറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പെല്ലാം അങ്ങ് ലെങ്ത്തായി ഇതിങ്ങനെ നമുക്കൊരു ഭംഗിയില്ലാതാവും. ഇപ്പം ഇപ്പം നല്ല വേനൽ സമയമല്ലേ, വേനൽ സമയം കഴിഞ്ഞാൽ കണ്ടോ ഞാൻ ഇവിടെ വെച്ച് ഇതിൻ്റെ ഈ മണ്ട അങ്ങ് ക്രോപ്പ് ചെയ്യും. മണ്ട ക്രോപ്പ് ചെയ്ത് ഇതൊരു വേറൊരു മൂടാക്കുകയും ചെയ്യാം. നമുക്കിത് ഹൈറ്റ് കുറച്ച് ഈ ഒരു ഹൈറ്റ് വേണം, എന്നാലേ ഭംഗി വരുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം മണ്ട അങ്ങ് നുള്ളി കൊടുക്കണം. മണ്ട നുള്ളി കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബുഷിയായിട്ട് ബ്രാഞ്ചസ് വന്ന് ബുഷിയായിട്ട് നിൽക്കും. അതുപോലെ തന്നെയാണ് ഈ ചെടിയും. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയാൽ നല്ല വെയിൽ വേണം കേട്ടോ. ഇതിന് വെയിൽ വരുമ്പോഴാണ് ഇതിന് കളർ കൂടി വരുന്നത്. ഇതിനും ഇതുപോലെ തന്നെ ഞാൻ ചാണകവും കടലപ്പിണ്ണാക്കും ഗോമൂത്രവും കൂടെ പുളിപ്പിച്ച് സ്ലറിയും കൊടുക്കും. DAPയും ഫാക്ടം ഫോസും ശകലിച്ച് ഞാൻ ഇടുകയും ചെയ്യും.